ഞാനൊന്നൊരു റിവ്യൂ വീഡിയോ ഉണ്ടോ ചെയ്യാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ 4 കുർത്ത സെറ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വാഷ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പണി കിട്ടിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ മറന്നിരിക്കുമായിരുന്നു ഓൾറെഡി. ഞാൻ കുറേ തവണ ഇത് യൂസ് ചെയ്തു കേട്ടോ. ഈ ടോപ്പുകളൊക്കെ ഞാൻ കുറേ തവണ ഇട്ടിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം 500 രൂപയ്ക്ക് താഴെയുള്ള ഒരു ടോപ്പ് ഞാൻ കുറച്ച് ആത്മാർത്ഥത കൂടിയിട്ട് പെട്ടെന്ന് പോയിട്ട് വാഷ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഞാനത് ചെയ്യലുണ്ടാവില്ല, അതങ്ങനെ ഇട്ട് പോകും. കാരണം ടോപ്പ് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് സീനായി. അപ്പോൾ അത് കാരണം ഇന്ന് തന്നെ വേഗം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ടോപ്പ് നമ്മൾ പിന്നെ അഫോർഡബിൾ സാധനങ്ങളുടെ മെയിൻ ആളാണ്. അപ്പോൾ 500 റുപ്പീസിൻ്റെ താഴെയുള്ള ടോപ്പുകളാണ്. പുറത്തുനിന്ന് നല്ല വണ്ടികൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക തന്നെ വേണം, വേറൊരു വഴിയില്ല. കാരണം ഒരു ടേണിങ്ങിലാണ് വീട്. അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ വന്ന് ഹോൺ അടിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. പിന്നെ അതില്ലാത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടപ്പാതിരക്കാണ്. ആ സമയത്ത് ഉറക്കം കളഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കണ കാര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല ഇപ്പോൾ. അപ്പോൾ നാലെണ്ണം ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. കാരണം അതിൻ്റെതായ കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. അപ്പം ഇതാണ് 4 കുർത്ത സെറ്റ്. ഇതിൽ പല കുർത്തകളും നിങ്ങൾ കുറേ പേരിൽ കണ്ടിട്ടുള്ളതിനായിരിക്കും. കുറേ കോമൺ ആയിട്ടുള്ള കുർത്തകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റത്തെ കുർത്ത ഒരു പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ മുഴുവനായിട്ട് മനസ്സിലായെന്ന് വരില്ല. ഇതാണ് ഒരു കുർത്ത. ഞാൻ എല്ലാം ഇത്തിരി വലിയ സൈസ് നോക്കി എടുത്തു കേട്ടോ. ഓൺലൈനിലായ കാരണം ചിലപ്പോൾ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടോപ്പാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനൊരു വർക്കൊക്കെ വന്നിട്ട് എനിക്ക് എല്ലാ ടോപ്പുകളും ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് ഒരെണ്ണത്തിന് കുറച്ച് പണി കിട്ടിയത്. ഇങ്ങനൊരു നെക്കാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവുമ്മയും ഇങ്ങനൊരു വർക്കുണ്ട്, അടിയിലൊന്നുമില്ല. ഇതാണ് ടോപ്പ്. 3/4 സ്ലീവ് തന്നെയാണ് എല്ലാവരും. ഞാൻ അങ്ങനത്തെ സ്ലീവ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ്, ഫുൾ ഇങ്ങനത്തെ ഒരു ചെരിഞ്ഞിട്ടുള്ള സ്ട്രൈപ്സ് പോലെ. എനിക്കിഷ്ടമായത് ഈ പാൻറ്റിന് പിന്നെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ചില പോക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഓഫീസ് വെയറൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അതൊരു ചൂട് കാലത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നല്ലോണം ചൂടെടുത്തായിരുന്നു കേട്ടോ. ഈ മെറ്റീരിയൽ പിന്നെ കോട്ടൺ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് ആണ്. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു ഈ സമയത്ത്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയ സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉണങ്ങും ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ടോപ്പ്, ഒരു പിങ്കും വൈറ്റും. അടുത്ത ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എവിടെ ഇട്ടിട്ട് പോയാലും ഇതുപോലെ ഇട്ടിട്ടുള്ള ഒരു 1-2 ആൾക്കാരെ ഞാൻ എപ്പോഴും കാണും. അത് കാരണം ഞാൻ ഇപ്പം ഇത് ഇടല് കുറച്ചു കേട്ടോ. ഇത് ഒരു പൂരത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പൂരത്തിന് എത്രയോ പേര് ഈ സാധനം സെയിം സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ തന്നെ എനിക്ക് മതിയായി. ഇത് അടിപൊളി ടോപ്പാണ് കേട്ടോ. പക്ക ഒരു കോട്ടൺ തുണിയാണ്, പ്യുവർ കോട്ടൺ ഒന്നല്ല. അത്ര റേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഇതിനൊക്കെ റേറ്റ് എല്ലാത്തിനും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലാം സൈഡിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് വെച്ച കാരണമൊക്കെ മറച്ചിട്ട് വെക്കാം. വാഷ് ചെയ്തിട്ട് കളറൊന്നും പോയില്ല കേട്ടോ. ഈ ടോപ്പുകളൊന്നും ഞാൻ വാങ്ങിയതൊന്നും കളറ് ഫെയ്ഡ് ആയൂല, കളറ് ഇളകി പോയൂല. ഇങ്ങനെയാണ് ഈ ടോപ്പ്. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കുറേ പേരിലുണ്ടാവൂലേ സാധനം. ഇത് നെക്ക് ഇങ്ങനെയാണ്, 3/4 സ്ലീവ് തന്നെയാണ്. സ്ലീവുമ്മ ആ നെക്കിൻ്റെ സെയിം വർക്ക് കാണുന്നുണ്ട്. ഇതാ ഇങ്ങനെ. ഇത് വാഷ് ചെയ്തപ്പോൾ ഒന്ന് ലെങ്ത് കുറഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. എനിക്ക് മറ്റേ പിങ്കിനേക്കാൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഇതിൻ്റെയാണ്. ഒരു നേവി ബ്ലൂ വൈറ്റ്. ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു 3 ടോപ്പും ബ്ലൂ തന്നെയാണ്, ബ്ലൂവും വൈറ്റും കോമ്പിനേഷനാണ്. അതാണ് ടോപ്പ്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം. ഞാൻ ഒക്കെ പിക്ചറൊക്കെ സൈഡിൽ കൊടുക്കാട്ടെ, ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ വൈകി കഴിഞ്ഞ് പിന്നെ എടുക്കലുണ്ടാവില്ല. അത് കാരണം ഞാൻ ഇന്നലെ ചെയ്ത്
ഉണ്ടാവൂല്ലേ? കണ്ട ഇങ്ങനെയാണ് ബോട്ടം. എല്ലാം അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. 500 രൂപയ്ക്ക് താഴെയുള്ളൊക്കെ. ഇടയ്ക്ക് വണ്ടികൾ പോണ സൗണ്ട് ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട, വേറെ രക്ഷയില്ല. അടുത്തത് ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇത് കുറേ പേരുടെ ഉണ്ടാവും, കുറേ പേരിൽ ഞാൻ ഫോട്ടോസും കണ്ടിട്ടുണ്ട്. ഇതിന്റെ കുറേ കളറും പിങ്കും പിന്നെ ഇതൊരു കളറും കൂടി ഉണ്ട്, ഞാൻ മറന്നു. ഇത് ഞാൻ കുറേ പേരിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ അസ്വി ചേച്ചറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഷോള് കൂടിയിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇതിന്റെ ഒന്നും ചായ ഇളകിയൊന്നുമില്ല. പക്ഷെ എൻ്റെ ഈ പാൻറ്റിന്റെ മുകളിൽ വേറൊരു ഡ്രസ്സിന്റെ എൻ്റെ വേറെ നമ്മൾ ഇതിനേക്കാൾ റേറ്റ് കൊടുത്ത് വാങ്ങിയൊരു ഡ്രസ്സിന്റെ കളറൊന്ന് ഫെയ്ഡായിപ്പോയി. അപ്പോൾ പാൻറ് പ്ലെയിൻ ഒരു വൈറ്റ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വൈറ്റ് പാൻറ്. സിഗരറ്റ് പാൻറ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു പലാസോ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിട്ടുള്ളൊരു പാൻറ്റാണ്, പ്ലെയിൻ ആണ്. പിന്നെ ടോപ്പ് ഇത് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ, അംബ്രല, ചെറിയൊരു അനാർക്കലി മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയ്ക്ക് പ്ലീറ്റ്സ് ഒന്നുമില്ല. ഇത് കോട്ടൺ ആട്ടോ, അത് കോട്ടൺ മെറ്റീരിയൽ പോലെ എനിക്ക് തോന്നി. പോളിസ്റ്റർ മിക്സ് ഒന്നുമില്ല. ഞാൻ വാങ്ങിയ പിങ്ക് മാത്രമാണ് ഒരു പോളിസ്റ്റർ മിക്സ് ഉള്ളു, ബാക്കിയൊക്കെ പക്ക കോട്ടൺ തന്നെയാണ്. ഇങ്ങനെയാണ് ടോപ്പ്. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ. ഇതിൻ്റെ ടോപ്പിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. വേറെ വീഡിയോ നമുക്ക് എടുത്തു തരാനൊന്നും ആരും ഇല്ലാത്ത കാരണം കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വന്നിട്ട് എടുക്കാൻ നിങ്ങൾ സഹകരിക്കണം. പിന്നെ സ്ലീവുമേ ആ സെയിം വർക്ക് ഉണ്ട്, എന്നിട്ടൊരു ലേസ് വെച്ചിട്ടുണ്ട് വൈറ്റ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ കുറേ തവണ ഇട്ടു കേട്ടോ, കുറേ തവണ വാഷ് ചെയ്യുകയും ചെയ്തു. ഇവിടെ കുറെ പ്ലീറ്റ്സ് ഇട്ടിട്ടൊരു ചെറിയൊരു അനാർക്കലി കുർത്ത എന്നൊക്കെ പറയാം. ഇതൊക്കെ 500 ബിലോ ആണ്. ഇപ്പം അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചെക്ക്. പിന്നെ ഇതിൻ്റെ ഷോള് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇടാൻ നല്ല സുഖമുള്ള ഷോളാണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടേക്കും പോലും ഇതിങ്ങനെ ഒതുങ്ങിക്കിടുന്നോളും ഈ ഷോളിൻ്റെ ഒക്കെ രണ്ട് സൈഡിലും ഇത് ഈ വർക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ടോപ്പിലുണ്ടായിരുന്ന സെയിം വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ഡാസ്ലറിൻ്റെ ആ ഷെയ്ഡാണ് കേട്ടോ ഇട്ടേക്കണത്. ഇത് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക്. മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ, പക്ഷെ ചുണ്ട് ഭയങ്കര ഡാർക്കായ പോലെ. ഇതാണ് ഷോൾ കേട്ടോ. ഷോളൊക്കെ നല്ല സുഖമാണ്, ഭയങ്കര കോട്ടൺ കണ്ടോ, ഇത്രേ ഉള്ളൂ. അടുത്ത ടോപ്പാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. ഈ ടോപ്പിൻ്റെ ഒന്നും മിസ്റ്റേക്ക് അല്ല, എൻ്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. ഞാൻ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോൾ എൻ്റെ ഒരു ബ്രൗൺ കളർ പാൻറ്റിൽ നിന്ന് കളർ ഇളകി. അപ്പോൾ ഇതുമായി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ടോപ്പായിരുന്നു കണ്ടോ. അല്ലാതെ ഇതിൻ്റെ ഒന്നും ഡ്രസ്സിൻ്റെ കളർ എനിക്ക് ഇളകി വന്നില്ല കേട്ടോ, ഒന്നിൻ്റെയും കളർ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്, 500 ബിലോന് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ ഇതും കുറേ പേരുടെ ഉണ്ട് കേട്ടോ, കുറേ പേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും, കുറച്ച് വലിയൊരു ഫംഗ്ഷന് പോയാലും വലിയ ഏതെങ്കിലും പരിപാടിക്ക് പോയാലും ആരെങ്കിലും ഒരാൾ ഈ ടോപ്പ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ ഈ ടോപ്പ്. നല്ല ടോപ്പായിരുന്നു, നല്ലൊരു സ്റ്റാൻഡേർഡ് ടോപ്പായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പോയി. നിങ്ങൾ ആരും അങ്ങനെ മണ്ടത്തരൊന്നും ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതൊന്നും കൂടി ഓർഡർ ചെയ്യും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ടോപ്പായിരുന്നു. ഞാൻ വാങ്ങിയത് എന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഒരു ബ്ലൂ ഷെയ്ഡായിപ്പോയി. കണ്ടതിൻ്റെ സ്ലീവ് 3/4 തന്നെയാണ്. നെക്ക് ഇങ്ങനെ കേട്ടോ, ഇവിടെയൊക്കെ ഒരു ലേസ് വെച്ചിട്ടുണ്ട്. ആ സെയിം സാധനം തന്നെ സ്ലീവുമേ ഉണ്ട്. ഇങ്ങനെ പാൻറ് ഇതാ ഒരു പ്രശ്നം പറ്റാതെ അങ്ങനെ മടക്കി വെച്ചിരുന്നു. കോട്ടൺ ആണ് കേട്ടോ, നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമായിരുന്നു. ഇതാ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള പാൻറ് തന്നെയാണ്. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ സൈഡിലൊക്കെ കൊടുക്കാം. ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം എല്ലാത്തിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
കയറി വാങ്ങിച്ചോ. ടോപ്പിനൊന്നും ഡ്രസ്സൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ക്വാളിറ്റി വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും ചെയ്യും. ഇപ്പോൾ ഈ മഴക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, ഇടാൻ നല്ല സുഖമുണ്ട്. അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാൻ കാണിച്ച പോലെ മണ്ടത്തരൊന്നും കാണിക്കരുത്. വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് വാഷ് ചെയ്തോളോ. കളർ ഫെയ്ഡ് ആവുന്നെല്ലാം ഇട്ടിട്ട് ഒരുമിച്ച് വാഷ് ചെയ്തെങ്കിൽ ഇതുപോലെ പണി കിട്ടും. അപ്പം അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.